ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ വാഴത്തോട്ടത്തിലാണ്. ചുറ്റും നോക്കിയാൽ കാണാം, ഞാൻ നട്ടിട്ടുള്ള പലതരം വാഴകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ ഇവിടെ സ്ഥിരം വരുന്ന വവ്വാലുകളെക്കുറിച്ചും എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഏതൊരു ആഘോഷ പരിപാടികൾക്കും നമ്മുടെ കല്യാണങ്ങൾക്കും എല്ലാം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാഴയില, അതിലുള്ള സദ്യ, ഓണസദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യ എല്ലാം തന്നെ നമ്മൾ വാഴയിലയിലാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ വാഴയിലയിൽ സദ്യ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് മാരകമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഈ വാഴയിലയുടെ മേലെ എന്നും വരുന്ന വവ്വാലുകൾ, അവയുടെ മൂത്രം, അവയുടെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ വാഴയിലയിൽ കാണാൻ പറ്റും. ഈ വിസർജ്യ വസ്തുക്കളിൽ ഏകദേശം 4000-ഓളം വൈറസുകളാണ് വവ്വാലുകളിൽ പൊതുവെ കാണപ്പെടുന്നത്. 4000-ഓളത്തിൽ ചിലതെങ്കിലും വളരെ അപകടകാരിയാണ്. ഉദാഹരണമായിട്ട് നിപ്പ വൈറസിൻ്റെ ആഘാതം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ, നിപ്പ ബാധയെ തുടർന്ന് നമ്മൾ കണ്ടു. 75% വരെ മരണ സാധ്യതയുള്ള ഒരു അസുഖമാണല്ലോ നിപ്പ. അതുപോലെ ഹെൻഡ്ര വൈറസ്, റാബീസ് വൈറസ്, ലിസ വൈറസ്, ഇങ്ങനെ ഒരുപാട് തരം വൈറസുകൾ ഈ വാഴയുടെ ഇലയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. സത്യത്തിൽ ആധുനിക മനുഷ്യനും മൈക്രോ ഓർഗാനിസംസും, അതായത് സൂക്ഷ്മജീവികളും തമ്മിൽ ഒരു യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എത്ര പേർ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. വാഴയിലയിൽ കാണുന്ന മറ്റൊരു രോഗവാഹകനാണ് ഒച്ചുകൾ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഇലയുടെ അടിഭാഗത്ത് ഒച്ച് വന്നിരിക്കുന്ന കാഴ്ചയാണ്. പിന്നെ ഒരുപാട് ഒച്ചുകൾ നിങ്ങൾക്ക് വാഴയുടെ ഇലയിൽ കാണാൻ പറ്റും. ഞാനിത് ഈ വീഡിയോ ഇന്ന് റെക്കോർഡ് ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം അവളുടെ സ്കൂളിൽ വെച്ച് വാഴയിലയിൽ സദ്യ കഴിച്ച എൻ്റെ ആ മൂത്ത കുട്ടി വയറിളക്കവും വയറുവേദനയും പനിയും ഛർദിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 4-5 ദിവസമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത് ഒരുപക്ഷെ സ്കൂളിലെ അധ്യാപകർക്ക് പോലും അറിയാത്ത ഒരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ തോന്നും, വാഴയിലൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ലേ, അതിലെന്താണ് ഇത്ര പ്രശ്നമെന്ന് തോന്നും. അതിനൊരേ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന അസുഖങ്ങൾ, നിപ്പ, കൊറോണ, ഈ പറയുന്ന അസുഖങ്ങളൊന്നും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഡെങ്കിപ്പനി ഉണ്ടായിരുന്നില്ല, പല അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം മെല്ലെ മെല്ലെ വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങളാണ്. നമ്മൾ അത്തരം അണുക്കളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കേണ്ടുന്ന ആ കാലമുണ്ട്. പിന്നെ ചിലരൊക്കെ പറയും, നമ്മൾ ഈ അണുക്കളോടൊക്കെ പ്രതിരോധം നേടുന്നത് ഈ വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടാണ്. അങ്ങനെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം ചില വൈറസുകൾ അതീവ മാരക പ്രഹരശേഷിയുള്ള വൈറസുകളായിരിക്കും. നമ്മളെല്ലാ വൈറസുകളെയും ഇങ്ങനെ പരീക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒരിക്കലും തന്നെ നമ്മൾ ഈ വൈറൽ കോൺടാക്റ്റുകൾ നമ്മൾ കഴിയുന്നതും കുറയ്ക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഒരു കല്യാണ സദ്യ കഴിക്കാൻ പോകുമ്പോൾ, ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ സദ്യ നടത്തുമ്പോൾ, വിഷുവിൻ്റെ സദ്യ ഏർപ്പാടാക്കുമ്പോൾ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ വിളമ്പുന്ന ഇല ഹൈജീനിക് ആണോ എന്നുള്ളതാണ്. വാഴയില സദ്യകൾ പരിപൂർണമായും ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമ്മൾ വാഴയിലയിൽ സദ്യ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ശുചിത്വം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്നാമതായി, ഈ ഇല മുറിച്ച ശേഷം നമ്മൾ വവ്വാലിൻ്റെ കാഷ്ടം, ഒച്ചിഴഞ്ഞ പാടുകൾ, ഇതൊക്കെയുള്ള ഇലകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഇലകളെല്ലാം തന്നെ നന്നായി കഴുകിയെടുക്കുക, നന്നായി തുടച്ചെടുക്കുക. ഇതൊക്കെ പണ്ട് കാലത്തുള്ള സദ്യകളിലൊക്കെ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ നന്നായി തലേ ദിവസം എല്ലാവരും കഴുകി തുടച്ചെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഈ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ പലരും അങ്ങ് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ഇല ഏറ്റവും സുരക്ഷിതം ഇത് വാട്ടിയെടുക്കുക എന്നുള്ളതാണ്. കാരണം 40 ഡിഗ്രി ചൂടിൽ മിക്കവാറും വൈറസുകളെല്ലാം തന്നെ നശിച്ചു പോകും. അപ്പോൾ ആ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാഴയിലയിൽ ഇനിയും സുരക്ഷിതമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തുമ്പോഴാണ് ഇത്തരം അറിവ് കൊണ്ട് മനുഷ്യവംശത്തിന് എന്തെങ്കിലും പുരോഗതി കൈവരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്തിടത്തോളം എല്ലാവരും പ്രകൃതിയുടെ പരീക്ഷണങ്ങളിൽ തന്നെ പെട്ടുപോവുകയും ചിലരെങ്കിലും അതിൻ്റെ ബലിയാടുകളായി മാറുകയും ഒക്കെ ചെയ്യും.
കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.